ദിനം ആരംഭിക്കുമ്പോൾ ബഫർ സോൺ സമരത്തിന് പിന്നിൽ ഭൂമാഫി എന്ന് സംശയിക്കുന്നതായി വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. ബഫർ സോൺ വനത്തിനുള്ളിൽ നിജപ്പെടുത്തണമെന്ന ജോസ് കെ മാണിയുടെ അഭിപ്രായത്തിന്മേൽ സർക്കാർ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ബഫർ സോൺ വിഷയത്തിൽ ജോസ് കെ മാണിയുമായി അഭിപ്രായ ഭിന്നതയില്ലെന്ന് വനമന്ത്രി പറഞ്ഞു. ബഫർ സോൺ വനത്തിനുള്ളിലേക്ക് വേണമെന്നത് പുതിയ അഭിപ്രായമാണ്. അതാണ് കേരള കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുള്ളത്. പക്ഷേ സർക്കാരിനൊപ്പം നിൽക്കാനാണ് കേരള കോൺഗ്രസ് ശ്രമിക്കേണ്ടത്. ഇപ്പോൾ നടക്കുന്ന പല സമരങ്ങളും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളതാണ്. ജനങ്ങളെ ഭയപ്പെടുത്തി ചെറിയ വിലയ്ക്ക് ഭൂമി കൈക്കലാക്കാനുള്ള ഭൂമാഫിയുടെ ശ്രമമാണ് ഇതിന് പിറകിലെന്ന് സംശയിക്കുന്നതായും മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടികളും സർക്കാർ സ്വീകരിക്കുന്ന ഈ നിലപാടിന് വേണ്ടത്ര പ്രചരണം കൊടുക്കാനാണ് ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചാൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പറ്റം നിക്ഷിപ്ത താൽപ്പര്യക്കാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും പ്രേരണയിൽ നിന്നും മലയോര മേഖലയിലെ ജനങ്ങളെ മോചിപ്പിക്കാൻ കഴിയും. ഇവരെല്ലാം ഭയപ്പെട്ട് ചെറിയ വിലക്ക് ഭൂമി കൊടുത്ത് പോകണം. ഇപ്പോൾ ഭൂമാഫിയയും കോറി മാഫിയയും കൂടിയാണ് ഇതിൻ്റെ പുറകിലുള്ളത്. ആ തന്ത്രങ്ങളിൽ വീണു പോകാതിരിക്കാൻ ഗവൺമെൻറ്റുമായി സഹകരിക്കുന്ന എല്ലാ കക്ഷികളും എല്ലാ ജനവിഭാഗവും തയ്യാറാകണം എന്ന് അപേക്ഷ മാത്രമേ ഇപ്പോൾ എനിക്കുള്ളൂ. ആറളം ഫാമിന്റെ ഗസ്റ്റ് ഹൌസ് ലക്ഷദ്വീപ് MP ആയിരുന്ന മുഹമ്മദ് ഫൈസൽ അനധികൃതമായി ഉപയോഗിച്ച സംഭവത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കും. ഈ കേസ് NIA അന്വേഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് സംബന്ധിച്ച് ഔദ്യോഗിക വിവരം ഇല്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഇല്ല, അപ്പോൾ അവരന്വേഷിക്കട്ടെ. അവരന്വേഷിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ അന്വേഷണത്തിന് പ്രസക്തി ഇല്ലല്ലോ. രണ്ടന്വേഷണം ആവശ്യമില്ല. അവരന്വേഷിക്കുന്ന പക്ഷേ ഞങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് വനം വകുപ്പിന് അറിയണം. ആ വസ്തുത അന്വേഷണം ഞങ്ങൾ നടത്തി അതിൽ കാര്യമുണ്ടെങ്കിൽ സാധാരണ നിലയിൽ വനം വകുപ്പ് എന്തൊക്കെ കാര്യങ്ങളാണോ അപ്പോൾ അത് MP ആയിട്ടല്ല ബന്ധപ്പെടുന്നത്. ആ ഗസ്റ്റ് ഹൗസുകൾ ആരെങ്കിലും അനധികൃതമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അനുവദിക്കാൻ പറ്റുന്നതല്ല. അതിൽ വനം വകുപ്പിന് സ്വീകരിക്കാവുന്ന എല്ലാ നടപടിയും സ്വീകരിക്കും. എരഞ്ഞിക്കൽ കനോലിക്കനാൽ റോഡ് ഉദ്ഘാടനത്തിന് എത്തിയപ്പോഴാണ് വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വാർത്തയാണ്. കാരണം സംസ്ഥാന വനം വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ് ബഫർ സോൺ സമരത്തിന് പിന്നിൽ ഭൂമാഫിയ ആണ് എന്നുള്ളത്. മന്ത്രിയുടെ ഈ പരാമർശമാണ് ഇന്ന് കേരള വിഷൻ വാർത്താ ദിനത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത കോഴിക്കോട് റിപ്പോർട്ടർ റിയാസ് KMR നമുക്കൊപ്പം ചിരിക്കുകയാണ്. റിയാസ്, മന്ത്രിയുടെ ഈ വിമർശനം എന്ന് പറയുന്നത് ബഫർ സോൺ നമുക്കറിയാം മലയോര ജനതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണ് ഈ ബഫർ സോൺ വരുന്നതിലൂടെ ഉണ്ടാകുന്നത്. മലയോര ജനതയുടെ ആശങ്കകൾ ദൂരീകരിക്കേണ്ടത് സർക്കാരിൻ്റെ കടമയാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസ് പോലും ഈ മന്ത്രിക്കെതിരെ, അതായത് സർക്കാരിൻ്റെ നിലപാടുകൾ തിരുത്തേണ്ട സമയത്ത് തിരുത്തുമെന്നുള്ള നിലപാടുമായി മുന്നോട്ട് വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കോഴിക്കോടാണ് ജോസ് കെ മാണി അത്തരത്തിലൊരു പരാമർശവും ഉന്നയിച്ചത്. ഇപ്പോൾ അതേ കോഴിക്കോട് തന്നെ മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറയുകയാണ് ബഫർ സോൺ സമരത്തിന് പിന്നിൽ നിൽക്കുന്നത് ഭൂമാഫിയയാണ് എന്നുള്ളതാണ്. കോറി മാഫിയയും ഭൂമാഫിയയുമാണ് എന്നാണ് മന്ത്രി പറയുന്നത്. റിയാസ്, മന്ത്രിയുടെ ആ വാക്കുകൾ എങ്ങനെയാണ് നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയുക? ഈ മന്ത്രി എന്തടിസ്ഥാനത്തിലാണ് ഇന്നത്തെ മന്ത്രിയുടെ പ്രതികരണം എന്നത് വ്യക്തമല്ല. നമ്മൾ ചോദിച്ചത് ജോസ് കെ മാണിയുടെ പ്രതികരണത്തെ കുറിച്ചായിരുന്നു. ജോസ് കെ മാണി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വനാതിർത്തിയിൽ നിന്നും ഉള്ളിലോട്ട്, വനാതിർത്തിയുടെ അകത്തേക്ക് ബഫർ സോൺ സംരക്ഷിത മേഖല അത് വനാതിർത്തിക്കുള്ളിലേക്ക് പ്രഖ്യാപിക്കണം എന്ന് ജോസ് കെ മാണി ഇന്നലെ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കനോലിക്കനാൽ റോഡ് ഉദ്ഘാടനത്തിന് എത്തിയപ്പോൾ മന്ത്രി എ.കെ. ശശീന്ദ്രനോട്, വനമന്ത്രി എ.കെ. ശശീന്ദ്രനോട് നമ്മൾ ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം ആരാഞ്ഞത്. ഈ ഒരു സംഭവത്തിൽ അദ്ദേഹം ആദ്യം പറഞ്ഞത് ജോസ് കെ മാണിയുമായി അഭിപ്രായ വ്യത്യാസമില്ല. ജോസ് കെ മാണിയുടെ നിർദ്ദേശം പുതിയതാണ്. അത് സർക്കാരിന് അവർ സമർപ്പിച്ചിട്ടുണ്ട്, കേരള കോൺഗ്രസ്. അത് അക്കാര്യത്തിൽ സർക്കാർ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ മന്ത്രി പിന്നീട് വ്യക്തമാക്കുന്നത് ഈ ബഫർ സോൺ സമരത്തിന് പിറകിൽ ഭൂമാഫിയും ക്വാറി മാഫിയും എന്നുള്ളതാണ്. ആ ഒരു തരത്തിലാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ ഭയപ്പെടുത്തി ചെറിയ വിലയ്ക്ക് ഭൂമി കൈക്കലാക്കാനുള്ള ഭൂമാഫിയുടെയും അതുപോലെ ക്വാറി മാഫിയുടെയും ശ്രമമാണ് ഈ സമരത്തിന് പിറകിലെന്ന് സംശയിക്കുന്നു എന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഒരു ആരോപണം കൂടി ഈ സമരത്തിനെതിരെ ഉന്നയിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത്. കൂടാതെ അദ്ദേഹത്തിന്റെ ഒരു മുന്നറിയിപ്പ് പോലെ അദ്ദേഹം പറയുന്നത് സർക്കാരിനൊപ്പം നിൽക്കാനാണ് കേരള കോൺഗ്രസ് ശ്രമിക്കേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു.
ഈ ഒരു വിഷയം, അതായത് ഈ നമുക്കറിയാം ബഫർ സോൺ വിഷയത്തിൽ സമരരംഗത്ത് ഇറങ്ങിയത് മലയോര ജനതയാണ്. കോഴിക്കോടിനെ സംബന്ധിച്ച് 7 പഞ്ചായത്തുകളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ സംരക്ഷിത മേഖല പ്രഖ്യാപനം എന്നുള്ളത്, ബഫർ സോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബഫർ സോൺ ഇഷ്യൂവിന്റെ ഭാഗമായിട്ട് ഇതിനെതിരെ തുടരുക റിയാസ്. ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ സംസ്ഥാന ഭാരവാഹിയും മാധ്യമ വിഭാഗം ചുമതലയുള്ള ഡോക്ടർ വർഗീസ് പേരയിൽ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ വർഗീസ് പേരയിൽ, ഇന്നലെ ജോസ് കെ മാണി കോഴിക്കോട് നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ, ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വന്നത് വലിയ ഒരു നോട്ട് ബുക്കിനേക്കാൾ ഇരട്ടി വലിപ്പമുള്ള ഒരു പേപ്പർ കട്ടുമായിട്ടാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ബഫർ സോൺ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് മുന്നിൽ ഏതെങ്കിലും തരത്തിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കുകയും സർക്കാരിനെ തിരുത്തേണ്ട സമയത്ത് തിരുത്തുകയും ചെയ്യുമെന്ന് ജോസ് കെ മാണി ഇന്നലെ കോഴിക്കോട് പത്രസമ്മേളനം നടത്തി. ഇന്ന് അതേ കോഴിക്കോട് വനവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞത് ബഫർ സോണുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമരങ്ങളെല്ലാം തന്നെയും ഭൂമാഫിയയും കോറി മാഫിയയും ചേർന്ന് നടത്തുന്ന സമരമാണ്, കേരള കോൺഗ്രസിന് തെറ്റുപറ്റി, കേരള കോൺഗ്രസിന് തിരുത്തണമെന്നാണ് ഈ മന്ത്രി ഇന്ന് കോഴിക്കോട് പറഞ്ഞത്. ആ മന്ത്രി പറഞ്ഞ വാക്കുകളാണ് അല്പസമയം മുൻപ് താങ്കൾ കേട്ടത്. കേരള കോൺഗ്രസിന്റെ ഒരു നിലപാട് എന്താണ്? കാരണം കേരള കോൺഗ്രസ് എന്നും മലയോര ജനതയ്ക്കൊപ്പം നിൽക്കുന്നതാണ്. മലയോര ജനതയെ സംബന്ധിച്ചിടത്തോളം ഈ ബഫർ സോൺ എന്ന് പറയുന്നത് വലിയ ആശങ്കകൾ ഉളവാക്കുന്ന ഒന്ന് തന്നെയാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഞാൻ ചോദിച്ച ചോദ്യം താങ്കൾ കേട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞാട്ടെ. അതായത് ഇന്നലെ ജോസ് കെ മാണി കോഴിക്കോട് പത്രസമ്മേളനത്തിന് വന്നപ്പോൾ ഒരു കെട്ട് പേപ്പറുമായി വന്ന് ബഫർ സോണിന്റെ ആശങ്കകൾ ദൂരീകരിക്കണമെന്ന് പറഞ്ഞ ഒരു പത്രസമ്മേളനം നടത്തി. ഈ പത്രസമ്മേളനത്തിന് അദ്ദേഹം പറഞ്ഞു സർക്കാരിനെ തിരുത്തേണ്ട സമയമാകുമ്പോൾ സർക്കാരിനെ തിരുത്തി തന്നെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. ഇന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അതേ കോഴിക്കോട് വെച്ച് തന്നെ മാധ്യമപ്രവർത്തകരോട് പറയുകയാണ് ബഫർ സോൺ സമരത്തിന് പിന്നിൽ ഭൂമാഫിയാണ്, ഇതിന് പിന്നിൽ കോറി മാഫിയയുണ്ട്, അവര് ആണ് ഈ സമരം നയിക്കുന്നത്. കേരള കോൺഗ്രസ് പറഞ്ഞത് ശരിയല്ല, കേരള കോൺഗ്രസിന് തിരുത്തേണ്ട ആവശ്യമുണ്ട് എന്ന് മന്ത്രി പറയുകയാണ്. ശരിക്കും കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് മലയോര ജനതയ്ക്കൊപ്പം നിൽക്കുന്നതാണ് എന്നും കേരള കോൺഗ്രസ്. എ കെ ശശീന്ദ്രനോട് കേരള കോൺഗ്രസിന് എന്താണ് പറയാനുള്ളത്? ബഹുമാനായ വനംവകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന അങ്ങേയറ്റം ഖേദകരവും ദുഃഖകരവുമാണ്. ഒരിക്കലും ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഭൂമാഫിയകളല്ല, പാവപ്പെട്ട മലയോര കർഷകരാണ്. ഒരു കാലത്ത് മഹാരാജാക്കന്മാരുടെ കാലം മുതൽ, നമ്മുടെ മുൻ ഗവൺമെന്റുകളുടെ കാലം മുതലൊക്കെ കർഷകരെ ക്ഷണിച്ച് ഇടുക്കി മേഖലയായാലും കോട്ടയത്തിന് കിഴക്കൻ മേഖലയായാലും ഒക്കെ വയനാട് മേഖല കൊണ്ട് കർഷകരെയും കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ചാണ് ഈ കർഷകരുടെ ഉണ്ടായത്. ആ കർഷകരെ പ്രോത്സാഹിപ്പിച്ചവരാണ്. അന്ന് അവർ കോട്ടയത്തു നിന്നും പത്തനംതിട്ടയിൽ നിന്നും മധ്യ തിരുവിതാംകൂരിൽ നിന്നൊക്കെ ആയിരക്കണക്കിന് കർഷകരാണ് മലയോര മേഖലയിലേക്ക് പോയത്. ആ കർഷകരെ ഇപ്പം അവർക്ക് ജീവിക്കാനൊക്കെ സാഹചര്യമായിരിക്കുകയാണ്. അവരുടെ കൃഷിയിടങ്ങളാണ് അവർ ഭയത്തോടെ കഴിയുന്നത്. ആ മേഖലയ്ക്ക് ഇപ്പോൾ ബഫർ സോണാണ് എന്ന് പറഞ്ഞ് അവരെ ഉപദ്രവിച്ചാൽ അവരെങ്ങനെ ജീവിക്കും? ബഹുമാനായ മന്ത്രി സ്ഥലം സന്ദർശിക്കണം. ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ ശ്രീ ജോസ് കെ മാണി അസന്നിഗ്ധമായി പറഞ്ഞില്ലേ, ബഫർ സോൺ വിഷയത്തിൽ പാവപ്പെട്ട കർഷകരുടെ ആശങ്ക അകറ്റണം, പാവപ്പെട്ട കർഷകന് ജീവിക്കണ്ടേ. മുമ്പേ പറഞ്ഞ പോലെ ഭൂമാഫിയകളൊന്നും വരട്ടി വസ്തു മേടിക്കുകയല്ല, അവർക്ക് വസ്തു വിൽക്കാനൊക്കാത്ത സാഹചര്യം നിലവിൽ, ഒരു ഭൂമാഫിയ വന്നാൽ പോലും വസ്തു വിൽക്കാനൊക്കാത്ത സാഹചര്യം നിലവിലുണ്ട്. കാരണം ഈ വസ്തു ബഫർ സോൺ മേഖലയാണ് എന്നുള്ള ഭയം കൊണ്ട് വിൽക്കാനൊക്കെ ആയിരിക്കുമ്പോഴാണ് ഏത് ഭൂമാഫിയക്കാണ് വസ്തു വാങ്ങുന്നത്. അപ്പൊ ഭൂമാഫിയാണെന്ന് പറഞ്ഞ ബഹുമാനായ മന്ത്രി സത്യത്തിൽ അദ്ദേഹം കേരളത്തിലെ കർഷകരെ സ്നേഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രസ്താവന തന്നെ പിൻവലിക്കണം. പാവപ്പെട്ട കർഷകരെ ദ്രോഹിക്കുന്ന നിലയിലാണ് മന്ത്രി ഇപ്രകാരം പറഞ്ഞത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ വർഗീസ് പേരിൽ ഞാൻ ചോദിച്ചോട്ടെ, മന്ത്രി പറഞ്ഞത് തെറ്റാണ് എന്ന് തന്നെയാണോ താങ്കൾ ആവർത്തിച്ച് പറയുന്നത്? മന്ത്രി പറഞ്ഞത് തിരുത്തണമെന്നുള്ള ഞങ്ങളെ അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ കർഷകർക്ക് ദോഷം വരുന്ന പറയാൻ പാടില്ല. തിരുത്തി പറയണോ വേണ്ടെന്ന് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണത്. എന്തായാലും ഇതിനോട് കേരള കോൺഗ്രസ് പാർട്ടിക്ക് യോജിപ്പില്ല. കർഷകർക്ക് ദോഷം വരുന്ന ഒരു നിലപാടിനോടും കേരള കോൺഗ്രസ് പാർട്ടിക്ക് യോജിപ്പില്ല. കർഷകരെ ദ്രോഹിച്ച് മുമ്പോട്ട് വരാൻ കേരള കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുന്നില്ല. കർഷകനാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നട്ടല്.
ഈ മന്ത്രി പറയുന്നത് കേരള കോൺഗ്രസിന് തെറ്റുപറ്റിയെന്നാണ് പറയുന്നത്. കാരണം മന്ത്രിയുടെ കാഴ്ചപ്പാടിൽ ബഫർ സോൺ എന്ന് പറയുന്നത് അത് വലിയൊരു ശരിക്കും മന്ത്രി പോലും ഈ വിഷയത്തിൽ ശരിയായി പഠിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല. കാരണം കർഷകർ, മലയോര ജനതയിലെ കർഷകർ അത്രത്തോളം ആശങ്കയുടെ നടുവിലാണ് കഴിയുന്നത്. കേരള കോൺഗ്രസ് അടക്കം വലിയ പിന്തുണ നൽകുമ്പോൾ കേരള കോൺഗ്രസ് ഘടകകക്ഷിയായ LDFിൻ്റെ തന്നെ ഒരു മന്ത്രിയാണ് പറഞ്ഞത് കേരള കോൺഗ്രസിന് തെറ്റുപറ്റി, ഈ സമരത്തിന് പിന്നിൽ നിൽക്കുന്നത് ഭൂമാഫിയാണ്, കോറി മാഫിയാണ്, കോറി മാഫിയുടെ ആളുകളാണ് ബഫർ സോൺ സമരവുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് AK ശശീന്ദ്രൻ ആവർത്തിച്ച് പറയുന്നത്. കേരള കോൺഗ്രസിന്റെ ചരിത്രം നോക്കിയാൽ ഒരു കാലത്ത് പാർട്ടി ചെയർമാനായിരുന്ന ശ്രീ KM ജോർജ് സാറും പാർട്ടിയുടെ അന്നത്തെ നേതാവായിരുന്ന ഞങ്ങളുടെ ബഹുമാനായ മാണി സാറും ചുരുളിയിലും ഗിരിത്തോളിലൊക്കെ കൊടിയേർപ്പുണ്ടായപ്പോൾ അത് കാണാൻ പോയ പാർട്ടി നേതാക്കന്മാർ അവിടെ കുടിൽ കെട്ടി കർഷകരോടൊപ്പം. ഇന്നത്തെ കൂടെ ഒരു സൗകര്യമില്ലാത്ത കാലമാണ്, വെള്ളമില്ല, കഴിക്കാൻ ആഹാരമില്ല, ഒന്നുമില്ല. അട്ടയും മറ്റുള്ള പെരുമ്പാമ്പും മലമ്പനിയും ഒക്കെയുള്ള പ്രദേശമാണ്. ആ പ്രദേശത്ത് അവിടെ കുടിൽ കെട്ടി ആ കർഷകർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് പാർട്ടി. ആ പാർട്ടിയാണ് ഇന്നും അതിന്റെ പിന്നണി പ്രവർത്തനം ഞങ്ങളെപ്പോൾ ഇറക്കുന്നത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കർഷകന് ദോഷം വരുന്ന ഒരു കാര്യത്തിനും കേരള കോൺഗ്രസ് പാർട്ടിക്ക് കൂട്ടിക്കാൻ പറ്റത്തില്ല. ഇത് ഭൂമാഫിയകളുടെ ഒന്നും പ്രശ്നമല്ല, പാവപ്പെട്ട കർഷകന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ബഹുമാനായ മന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അങ്ങ് ദയവ് ഈ കർഷകരുടെ മേഖല സന്ദർശിക്കണം. തിരുവനന്തപുരത്തോ സെക്രട്ടറിയിലോ മന്ത്രി ഓഫീസിൽ ഇരുന്നാൽ കറക്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് കറക്റ്റ് അല്ല. അങ്ങനെ നേരിട്ട് സന്ദർശിക്കണം. നേരിട്ട് സന്ദർശിച്ച് പാവപ്പെട്ട കർഷകർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അങ്ങ് മനസ്സിലാക്കി അവരെ സഹായിക്കണം എന്നുള്ളതാണ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് പറയാനുള്ളത്. ഈ ബഫർ സോൺ വിഷയത്തിൽ ഈ കേരള കോൺഗ്രസിന്റെ ഒരു നിലപാട് ഇനി എങ്ങനെയായിരിക്കും? ഇന്നലെ ജോസ് കെ മാണി പറഞ്ഞിരുന്നത് സർക്കാരിനെ തിരുത്തേണ്ട സമയത്ത് തന്നെ തിരുത്തും എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, താങ്കൾക്ക് അടക്കം അറിയാമല്ലോ, മലയോര ജനത അത്രത്തോളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഈ ബഫർ സോൺ വിഷയവുമായി ബന്ധപ്പെട്ട്. അവരുടെ സംശയങ്ങൾ ഇതുവരെയും ദൂരീകരിക്കാൻ സർക്കാരിന് പോലും കഴിഞ്ഞിട്ടില്ല. ഈ സമയത്ത് കേരള കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയായിരിക്കും ഈ കർഷകർക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്? അല്ല, ബഹുമാനായ മന്ത്രിയുടെ നിലപാട് ഇതാണെങ്കിൽ കേരള കോൺഗ്രസ് പാർട്ടി അടുത്ത LDFിൽ വിഷയം ഉന്നയിക്കും. കർഷകർക്ക് വേണ്ടി LDF നിലനിൽക്കണമെന്ന് പറയും. LDFിൽ ഈ പ്രശ്നം ചർച്ച ചെയ്ത് ബഹുമാനായ മന്ത്രിയെ കാര്യങ്ങൾ മനസ്സിലാക്കി കർഷകരെ സഹായിക്കാനുള്ള നടപടി ഞങ്ങളെ പ്രതിനിധികളെ LDF മീറ്റിംഗിൽ പോകുന്നവർ തീർച്ചയായും ചെയ്യും. അതെ, വ്യക്തമാണ് കാര്യങ്ങൾ. വർഗീസ് പേരേൽ, എന്താ ഇപ്പോൾ വേണു സേനാപതി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഇടുക്കി DCC ജനറൽ സെക്രട്ടറിയാണ് ശ്രീ വേണു സേനാധിപതി. ബഫർ സോൺ സമരത്തിന് പിന്നിൽ ഭൂമാഫിയയാണ് എന്നാണ് വനം മന്ത്രി ഇന്ന് കോഴിക്കോട് പറഞ്ഞത്. ഈ വനം മന്ത്രി പറയുമ്പോൾ തന്നെ ഇന്നലെ ജോസ് കെ മാണി പറഞ്ഞു സർക്കാരിനെ തിരുത്തേണ്ട സമയത്ത് തന്നെ തിരുത്തുമെന്ന് ജോസ് കെ മാണി പറഞ്ഞു. ഇപ്പോൾ ഡോക്ടർ വർഗീസ് പേരേൽ മന്ത്രി ഖേദം പ്രകടിപ്പിക്കണമെന്ന് പറയുകയും ചെയ്തു. വർഗീസ് പേരേൽ കേരള കോൺഗ്രസ് വക്താവാണ്, അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കണമെന്ന് പറയുകയും ചെയ്തു. കോൺഗ്രസിന്റെ ഈ വിഷയത്തിലുള്ള ഒരു നിലപാട് എന്താണ്? അല്ല, ഈ വിഷയത്തില് സമരം ചെയ്യുന്ന ആളുകൾ ഭൂമാഫിയയാണ് എന്ന് എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത്? സമരം ചെയ്യുന്നത് ഈ ബഫർ സോണിന്റെ പരിധിയിൽപ്പെടുന്ന അതിൽ ആശങ്കയുള്ള ആളുകളാണ് സമരരംഗത്തുള്ളത്. അല്ലാതെ അവിടെ ഭൂമാഫിയ, ഞാനിപ്പോ ഇടുക്കിയിലെ ഞങ്ങളുടെ ഡീൻ കുര്യാക്കോസ് MP നയിക്കുന്ന സമര വേദിയുടെ അടുത്തു നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോ ഞങ്ങളൊക്കെ ഈ സമരരംഗത്ത് നിൽക്കുന്നത് ഈ ബഫർ സോണിൽപ്പെട്ട ആളുകൾ, ആ ആളുകളുടെ ആശങ്ക, അവരാണ് സമരരംഗത്ത്. അതിനകത്ത് ഒരു ഭൂമാഫിയയില്ല. ഇവിടെ ഭൂമാഫിയ എന്ന് എന്തടിസ്ഥാനത്തിലാണ് ബഹുമാന്യനായ വനംവകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ സൂചിപ്പിച്ചത് എന്ന് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുകയാണ്. അത് തികച്ചും തെറ്റായ, വളരെ അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ്. ഭൂമാഫിയയ്ക്ക് എന്തിനാ ഇപ്പോ സമരം ചെയ്യേണ്ടത്? ഭൂമാഫിയയ്ക്ക് സമരം ചെയ്യാൻ വേറെ എത്രയോ വിഷയങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇപ്പോഴത്തെ സമരം ഈ ബഫർ സോൺ എന്ന ഈ പ്രഖ്യാപനത്തിൽ ഉത്കണ്ഠാകുലരായ പൊതുസമൂഹമാണ്. അവരാണ് സമരം ഏറ്റെടുത്തിരിക്കുന്നത്. ആ സമരത്തിൽ ഒരു ഭൂമാഫിയയില്ല. ഇപ്പൊ ഇടുക്കിയിലാണെങ്കിൽ സമരം കത്തോലിക്ക കോൺഗ്രസ്, അവരെവിടുത്തെ ഭൂമാഫിയ? SNDP സമരരംഗത്ത് അവർ ഭൂമാഫിയയാണോ? നമ്മുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അവർ സമരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നു. ഇവരൊക്കെ ഭൂമാഫിയയാണോ? അപ്പൊ ഇത് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതിന് വേണ്ടിയാണ് മന്ത്രി ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. മന്ത്രി യഥാർത്ഥത്തിൽ ബോധ്യപ്പെടുത്തേണ്ടത് ജോസ് കെ മാണിയാ. ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം എന്താ? ഈ പരാതി കൊടുക്കാനുള്ള സമയം നീട്ടണം. അത് കഴിഞ്ഞ 7-ാം തീയതി വരെ ആയിരുന്നു. ആളുകൾക്ക് പരാതി കൊടുക്കാൻ പറ്റിയിട്ടില്ല. പരാതി കൊടുക്കാനുള്ള സമയം നീട്ടണമെന്നാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി മനസ്സിലാക്കേണ്ടത്, സുപ്രീം കോടതി നമുക്ക് ചില ഇളവുകളും അനുമതികളും ഒക്കെ തന്നിരിക്കുന്നു. അതിനെ ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് ഈ ബഫർ സോണിന്റെ ദുരന്തത്തിൽ നിന്ന് കേരളത്തിലെ ഭൂമികളെ രക്ഷിക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോ പമ്പ വാലി, ഏഞ്ചൽ വാലി, തട്ടേക്കാട് ഈ പ്രദേശങ്ങളെ ഒഴിവാക്കാനായി തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ
ബാക്കിയുള്ള പ്രദേശങ്ങളെ കൂടി ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ ഇത് ഭൂമാഫിയാണ് സമരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറയുന്നത് തികച്ചും അസംബന്ധമാണ്. അത് ഈ നാട്ടിലെ പൊതുസമൂഹത്തോടൊരു വെല്ലുവിളിയായിട്ട് മാത്രമേ ഞങ്ങൾക്ക് അതിനെ കണക്കാക്കാനുള്ളൂ. മന്ത്രി തിരുത്തണം. അത് മന്ത്രി ഇന്ന് തന്നെ തിരുത്തുന്നതാണ് മന്ത്രിക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ മന്ത്രി ഈ വിമർശനങ്ങൾ അത്രയും ഉന്നയിക്കുമ്പോഴും ശ്രീ വേണു സേനാപതി, ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഒന്നോ രണ്ടോ പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ട് ഈ സമരത്തെ തന്നെ തള്ളുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ബഫർ സോൺ വിഷയത്തിൽ കാണുന്നത്. വിഴിഞ്ഞം സമരത്തിൽ സംഭവിച്ചതിൻ്റെ ഒരു മറുതലം തന്നെയാണ് ബഫർ സോണിലും നടക്കുന്നത്. ഈ കാലാകാലങ്ങളായി ഈ കുടിയേറ്റ മേഖലകളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരുകൾക്ക് കഴിയുന്നില്ല. അത് തികച്ചും നിരുത്തരവാദിത്തപരമായിട്ടുള്ള ഒരു നിലപാടല്ലേ സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ളത്? അല്ല, തികച്ചും നിരുത്തരവാദപരമായ നിലപാട്. ഇവിടെ 23 സംരക്ഷിത വനങ്ങളും വന്യജീവി സങ്കേതങ്ങളുമുണ്ട് കേരളത്തിൽ. അപ്പോ ഈ 23 വന്യജീവി സങ്കേതങ്ങളും സംരക്ഷിത വനഭൂമിയും ഇതിനകത്ത് ബഹുഭൂരിപക്ഷവും വളരെ ജനവാസ കേന്ദ്രങ്ങളോട് ചേർന്നാണ്. ഇപ്പോ വടക്കാണെങ്കിൽ മലബാറിൽ കൽപ്പറ്റ, മാനന്തവാടി, വയനാട് ഈ ടൗണുകളെല്ലാം ജനവാസ കേന്ദ്രങ്ങളാണ്. അതോടൊപ്പം ഇടുക്കിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇടുക്കിയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇതെല്ലാം ബഫർ സോണിലാണ്. തേക്കടി ആണെങ്കിലും മൂന്നാർ ആണെങ്കിലും കുമളി ആണെങ്കിലും ഇതെല്ലാം ബഫർ സോണിലാണ്. ഇടുക്കി കളക്ടറേറ്റ് ഇരിക്കുന്നത് ഇടുക്കി വനത്തിനോട് ചേർന്നാണ്. അപ്പോ അതുപോലും ബഫർ സോണിന്റെ എന്താ പറഞ്ഞ ഈ പരിധിയിലാണ് വരുന്നത്. അപ്പോ ഈ മേഖലയിൽ താമസിക്കുന്ന ആളുകൾ, ഈ 23 വനങ്ങൾക്കും ചുറ്റും താമസിക്കുന്ന ഏതാണ്ട് 1 കോടിയോളം ആളുകൾ, അവർ വലിയ ഭയാശങ്കയിൽ നിൽക്കുമ്പോൾ ഗവൺമെന്റ് ഇതിനെ വളരെ ലാഘവത്തോടു കൂടി കാണുന്നു. ഗവൺമെന്റ് പറയുന്നത് എന്താ? ഞങ്ങൾ ആളുകളെ കുടിയിറക്കില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ വന്യമൃഗങ്ങൾ ആളുകളുടെ കൃഷിഭൂമിയിലേക്കും കൃഷിയിടത്തിലേക്കും വ്യാപകമായി വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ജനജീവിതം അസാധ്യമാകും. ഇപ്പോൾ അടുത്ത ദിവസം നമ്മൾ ഇടുക്കിയിൽ, ഒരുപക്ഷെ നിങ്ങളുടെ വാർത്തയിൽ ശ്രദ്ധയിൽപ്പെട്ടോ എന്നറിയില്ല, പേത്തൊട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് 11 ഏക്കർ കൃഷിഭൂമി, ഏലകൃഷി ഒരു കർഷകൻ വെട്ടി നശിപ്പിക്കാൻ കാരണം കാട്ടാനയുടെയും കുരങ്ങിന്റെയും നിരന്തരമായ ശല്യം കാരണം ആ ഭൂമിയിൽ അയാൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോ അത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നം. അപ്പോൾ ഈ ബഫർ സോണും കൂടെ യാഥാർത്ഥ്യമായാൽ ഈ കാട്ടുമൃഗങ്ങളെല്ലാം ആളുകളുടെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വ്യാപകമായി കടന്നു വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇപ്പൊ തന്നെ നമുക്കറിയാം PT7 ധോണി എന്ന് പറയുന്ന പാലക്കാട് സ്ഥലത്ത് കൊമ്പൻ അവൻ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു. മൂന്നാർ മേഖലയിൽ ചില്ലിക്കൊമ്പന്റെ പ്രശ്നം. ഇവിടെ ചിന്നക്കനാൽ എന്ന് പറയുന്ന സ്ഥലത്ത് അരിക്കൊമ്പൻ ഒരു റേഷൻ കട 10 പ്രാവശ്യമാണ് തകർത്തത്. ഇന്നലെയും മിനിഞ്ഞാന്നും റേഷൻ കട തകർത്ത് റേഷൻ കടക്കാരൻ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സ്ഥിതിവിശേഷം. അപ്പോ ഇങ്ങനെ വ്യാപകമായി കാട്ടുമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്കും ആളുകളുടെ കൃഷിഭൂമിയിലേക്കും കയറുന്ന ഈ ഘട്ടത്തിൽ ആ വനഭൂമിയോട് ചേർന്ന് ബഫർ സോൺ എന്ന ആ പ്രതിഭാസം വന്നാൽ അത് വലിയ ബുദ്ധിമുട്ട് ജനങ്ങൾക്കുണ്ടാവും. ആളുകൾക്ക് സാധാരണക്കാരൻ ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം വരും. അപ്പോൾ ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കേണ്ട ഗവൺമെന്റ്, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ശ്രീ ജസ്റ്റിസ് ഗവായിയും അതോടൊപ്പം തന്നെ ശ്രീ വിക്രം സേത്തിയും പറഞ്ഞ ഒരു കാര്യം എന്താ? ബഫർ സോൺ യാഥാർത്ഥ്യമായ മംഗളവനത്തോട് ചേർന്ന് നിൽക്കുന്ന ഹൈക്കോടതിയുടെ പ്രവർത്തനം പോലും തടയപ്പെടണമല്ലോ എന്നവര് തമാശ രൂപേണ പറഞ്ഞു. പക്ഷെ ആ തമാശ രൂപേണ അവർ പറഞ്ഞ കാര്യം കേരളത്തിലെ മലയോര മേഖലകളിൽ ജീവിക്കുന്ന ആളുകളുടെ മനസ്സിൽ തീ കോരിയിടുന്നതാണ്. കാരണം ഈ എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ, ബഫർ സോൺ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി എന്തെങ്കിലും നിയന്ത്രണം ഉണ്ടാകുമല്ലോ. ഇന്നലെ ഞാൻ സ്വതന്ത്രമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു ഭൂമിയിൽ, അല്ലെങ്കിൽ ഇന്നലെ ഞാൻ സ്വതന്ത്രമായി കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഭൂമിയിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയന്ത്രണം ഉണ്ടായാൽ അത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് ജനവാസ കേന്ദ്രങ്ങളെ സമ്പൂർണ്ണമായും നിങ്ങൾ ബഫർ സോണിൽ നിന്ന് ഒഴിവാക്കുക. ഇനി ജനവാസ കേന്ദ്രങ്ങൾ അല്ലാത്ത ഏതെങ്കിലും പ്രദേശങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആക്കിക്കോളൂ. പക്ഷെ ജനവാസ കേന്ദ്രങ്ങളെ സമ്പൂർണ്ണമായി ബഫർ സോണിൽ നിന്ന് ഒഴിവാക്കണം. ഈ വന്യമൃഗങ്ങൾ കൃഷിഭൂമിയിലേക്കും തോട്ടങ്ങളിലേക്കും കടക്കുന്നത് അത് കർശനമായിട്ട് തടയണം. അതാണല്ലോ ഗവൺമെന്റ് ചെയ്യേണ്ടത്. അതിന് ജനങ്ങളെ സമാശ്വസിപ്പിക്കേണ്ട ഒരു മന്ത്രി. എനിക്ക് CPM നേതൃത്വത്തോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്, ശ്രീ AK ശശീന്ദ്രനെ പോലെ കഴിവുകെട്ട, മറ്റു മന്ത്രിമാർ കഴിവുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല, ഈ മന്ത്രിയെ അടിയന്തരമായി മന്ത്രിസഭയിൽ നിന്ന് മാറ്റണം. കാരണം ഇദ്ദേഹം സത്യപ്രതിജ്ഞാ ലംഘനമാണ് ചെയ്തിരിക്കുന്നത്. ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഒരു ഗവൺമെന്റ് ജനങ്ങളെ വന്യമൃഗങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ്. മാനന്തവാടിയിൽ മരിച്ച തോമസിന്റെ എന്താ പറഞ്ഞ പരിക്കേറ്റ അദ്ദേഹത്തെയും കൊണ്ട് മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് അവിടെ ഡോക്ടറില്ല, നേഴ്സില്ല എന്ന് അദ്ദേഹത്തിന്റെ മകള് തന്നെയല്ലേ പറയുന്നത്. അത്തരൊരു ദുരവസ്ഥയിൽ കേരളം എത്തിയിരിക്കുകയാണ്. അപ്പോ ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ ഇനി ബഫർ സോണും കൂടെ യാഥാർത്ഥ്യമായാൽ
ഈ നാട്ടിൽ ജനജീവിതം വലിയ ദുസ്സഹമാകും. ആ ദുസ്സഹമാകുമ്പോൾ ആളുകൾ സ്വാഭാവികമായും സമരരംഗത്തിറങ്ങും. അതിനെ ഭൂമാഫിയയുടെ സമരം എന്ന് പറഞ്ഞു. ഭൂമാഫിയ എന്ന് പറയുന്നത് ആരാണ്? ഭൂമാഫിയ എന്ന് പറയുന്നത് റിസോർട്ടുകൾ പണിയാൻ ഭൂമി തട്ടിയെടുക്കുന്ന ആളുകൾ. ബഫർ സോണിൽ ഏതായാലും റിസോർട്ട് പണി നടക്കത്തില്ല, പിന്നെ എവിടെയാ ഭൂമാഫിയ? അപ്പോ ഭൂമാഫിയ എന്നൊക്കെ പറയുന്നത് ഈ സമരം ചെയ്യുന്ന ആളുകളെ യഥാർത്ഥത്തിൽ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതാണല്ലോ വിഴിഞ്ഞത്തും പറഞ്ഞത്. വിഴിഞ്ഞത്ത് ഇവർ പറഞ്ഞത് തീവ്രവാദികൾ സമരം ചെയ്യുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചത്. അപ്പോ ഇവിടെ ഗവൺമെന്റ് ഈ കാര്യത്തിൽ, മുഖ്യമന്ത്രി അടിയന്തരമായി ഈ കാര്യത്തിൽ ഇടപെടണം. ശ്രീ ശശീന്ദ്രനെ തിരുത്തണം. സുപ്രീം കോടതിയിൽ ഏറ്റവും അടുത്ത ദിവസം 2 ആഴ്ചയ്ക്കകം ഈ കേസിനെ കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ നടക്കുമ്പോൾ കേരളത്തിലെ യഥാർത്ഥ സ്ഥിതിവിശേഷം, ബഫർ സോണിൽ എത്ര നിർമ്മിതികൾ, എത്ര ആളുകൾ താമസിക്കുന്നു, എത്ര പട്ടയഭൂമി, എത്ര കൈവശ ഭൂമി, എത്ര കൃഷിയിടങ്ങൾ, ഇതിന്റെയൊക്കെ കൃത്യമായ കണക്കുകൾ കൊടുക്കേണ്ട ഗവൺമെന്റ് വെറുതെ കൊട്ടക്കമ്മടിയായി ഈ ചർച്ചകൾ നടത്തുന്നു എന്നുള്ളതല്ലാതെ ജനങ്ങളുടെ ആശങ്കകൾ അത് ദൂരീകരിക്കാനുള്ള ഭയാശങ്കകൾ ദൂരീകരിക്കാനുള്ള നടപടികളില്ല. അതുകൊണ്ടാണ് മലയോര മേഖലയിൽ എല്ലാവരും സമരരംഗത്തേക്ക് വന്നിരിക്കുന്നത്. ആ സമരത്തെ ഭൂമാഫിയുടെ സമരം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് അത് ഈ നാട്ടിലെ സാധാരണ കർഷകരോടും വനത്തിനോട് ചേർന്ന് താമസിക്കുന്ന പാവങ്ങളോടും ചെയ്യുന്ന ഒരു കടുങ്കൈയാണ്. ഗവൺമെന്റ് അതിൽ നിന്ന് പിന്മാറണമെന്നാണ് കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് എംപിയുടെ നേതൃത്വത്തിൽ, ഇടുക്കി എംപിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 13-ാം തീയതി മുതൽ സമരം നടക്കുകയാണ്. ആ സമരത്തിന്റെ 8-ാം ദിവസം ഇന്ന് രാജകുമാരി എന്ന് പറയുന്ന സ്ഥലത്തെ സമാപന വേദിയിൽ ഇതിനടുത്തുനിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ വലിയ ജനങ്ങൾ ആവേശത്തോടെ, ആവേശം എന്ന് പറഞ്ഞാൽ അവരുടെ ഉത്കണ്ഠയുടെ ഭാഗമായിട്ടാണ് അവരെല്ലാം സമരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ സമരരംഗത്ത് എനിക്കത് സാഹചര്യം മനസ്സിലാവുന്നുണ്ട്. ശ്രീ വേണു സേനാപതി, ഞാൻ കേരള വിഷൻ ന്യൂസ് ഒന്നും കൂടെ അങ്ങയോട് ആവശ്യപ്പെടുകയാണ്. പറ്റുമെങ്കിൽ ഈ ടെലിഫോൺ ഡീൻ കുര്യാക്കോസ് എംപിക്കും കൂടെ ഒന്ന് കൈമാറിയാൽ കൊള്ളാമായിരുന്നു എന്ന് ഞങ്ങളൊന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. കാരണം എം പി കഴിഞ്ഞ കുറേ ദിവസങ്ങളുമായി ഇതുമായി ബന്ധപ്പെട്ട സമരത്തിലാണ്. മലയോര മേഖലകളുടെ പ്രിയപ്പെട്ട എം പിയാണ് ഡീൻ കുര്യാക്കോസ്. അദ്ദേഹത്തിനും കൂടി ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പ്രതികരണമെന്ന് ആരാഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. താങ്കൾക്ക് അതിന് കഴിയുമോ? മീറ്റിംഗ് അല്ല, ഞാൻ അദ്ദേഹം പ്രസംഗിക്കുന്ന വേദിയിൽ നിന്ന് ശബ്ദം മാറിയാനായിട്ട് ഒരു 50 മീറ്റർ ദൂരെയാണ് അദ്ദേഹം മീറ്റിംഗിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക, പൊതുവേദിയിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ക്ഷമിക്കണം. ഓക്കെ, അത് സാഹചര്യങ്ങൾ മനസ്സിലാകും. ശ്രീ വേണു സേനാപതി, ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് അടക്കം മലയോര മേഖലകളിൽ വലിയ രീതിയിലുള്ള സമരപരിപാടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പം ഈ LDFന്റെ ഒരു ഘടകകക്ഷിയാണ് NCP എന്ന് പറയുന്നത്. അതിൻ്റെ മന്ത്രിയാണ് AK ശശീന്ദ്രൻ. അതിൽ തന്നെ ഉള്ളൊരു ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ്. ഈ കേരള കോൺഗ്രസിനെ തിരുത്തണമെന്ന് മന്ത്രി ആവശ്യപ്പെടുമ്പോൾ മന്ത്രി മാപ്പ് പറയണമെന്നാണ് കേരള കോൺഗ്രസ്സുകാർ തിരിച്ച് ആവശ്യപ്പെടുന്നത്. കാരണം ഇന്നലെ ജോസ് കെ മാണി ഒരു കെട്ട് പേപ്പറുമായിട്ടാണ് കോഴിക്കോട് പത്രസമ്മേളനം നടത്തി. ഈ പത്രസമ്മേളനത്തിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, സർക്കാരിനെ തിരുത്തേണ്ട സമയത്ത് തിരുത്തുമെന്ന്. പക്ഷേ മന്ത്രി ഇത്രയും നേരമായും ഈ ഒരു വലിയ വിമർശനം ഉന്നയിച്ചിട്ടും ആ മന്ത്രി തിരുത്താൻ കേരള കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഖേദകരമല്ലേ? അല്ല, തിരുത്താൻ കേരള കോൺഗ്രസിന് കഴിയുമായിരുന്നുവെങ്കിൽ 90 ദിവസത്തിനകം സുപ്രീം കോടതിയുടെ വിധിയുണ്ടായി. 90 ദിവസത്തിനകം സെൻട്രൽ എംപവേർഡ് കമ്മിറ്റിക്ക് മുമ്പാകെ ഈ വസ്തുത ബോധ്യപ്പെടുത്തേണ്ടതാണ്. അവര് 90 ദിവസം പോയതിനു ശേഷം 7 മാസം 210 ദിവസത്തിന് ശേഷമാണ് ഗവൺമെന്റ് ഒന്ന് അനങ്ങി തുടങ്ങിയത്. അതും ശ്രീ ജോസ് കെ മാണി മിനിഞ്ഞാന്ന് തന്നെ പറഞ്ഞ അദ്ദേഹത്തിന്റെ പത്രപ്രസ്താവന ഉണ്ടായിരുന്നല്ലോ, 7-ാം തീയതി വരെ ആളുകൾക്ക് പരാതി കൊടുക്കാനുള്ള സമയം. ആ സമയത്ത് ആളുകൾക്ക് പരാതി കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇവിടെ ഞങ്ങൾ ഉന്നയിക്കുന്നത് ഈ നാട്ടിൽ ഇടതുപക്ഷത്തിലെ പ്രധാനപ്പെട്ട 2 ഘടകകക്ഷികൾ, ഇപ്പൊ ജോസ് കെ മാണി അദ്ദേഹം 2ാമത്തെ കക്ഷിയോ 3ാമത്തെ കക്ഷിയോ എന്നുള്ളതാണ് ജോസ് കെ മാണിയും ശ്രീ കാനം രാജേന്ദ്രനും തമ്മിലുള്ള തർക്കം. അത് അവരുടെ ആഭ്യന്തര കാര്യം. അതിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് ജോസ് കെ മാണി. ആ ജോസ് കെ മാണിക്ക് പോലും ഈ മുന്നണിയിൽ വനം വകുപ്പിന്റെയോ അല്ലെങ്കിൽ ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനം അത് ശരിയാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല. അപ്പൊ പിന്നെ നാട്ടിലെ ആളുകളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. അപ്പോ ഇവിടെ ജോസ് കെ മാണിയെ തിരുത്തുകയാണോ അതോ ശശീന്ദ്രനെ തിരുത്തുകയാണോ? ഇവർ രണ്ടുപേരും പരസ്പരം ആരോപണം ഉന്നയിക്കുകയല്ല. ഏതായാലും ഇടതുപക്ഷ ഗവൺമെന്റിന് ഈ കാര്യത്തിൽ പാളി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. NCP പോലുള്ള ഈർക്കിൽ പാർട്ടിയെ, കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ്, അത് വനം വകുപ്പ്, കോടിക്കണക്കിന് രൂപയുടെ പൊതുമുതലായ ആ വനം വകുപ്പ് NCP പോലെ ഒരു വകുപ്പിനെ, ഒരു പാർട്ടിയെ ഏൽപ്പിച്ചുകൊണ്ട് ഇത്രയും വലിയ പ്രതിസന്ധി നമ്മുടെ സമൂഹം നേരിടുമ്പോൾ മന്ത്രിക്ക് എന്താണ് ചെയ്യേണ്ടതറിയില്ല. മന്ത്രി ഇപ്പോഴും ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പറയുന്ന കണക്കുകളും
ഡേറ്റകളുമാണ് അദ്ദേഹം ഇപ്പോഴും ആശ്രയിക്കുന്നത്. ജനം ആശങ്കയിലാണ്. ആ ആശങ്ക ജനങ്ങളെ വല്ലാതെ ഉത്കണ്ഠപ്പെടുത്തുന്നു. ആ ഉത്കണ്ഠയിൽ ഇടതുമുന്നണിക്ക് അവർക്ക് എന്താ പറയുക, ജനവികാരത്തെ ശക്തമായി നേരിടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ജോസ് കെ മാണിയെ തിരുത്തുകയോ അല്ലെങ്കിൽ ശശീന്ദ്രനെ തിരുത്തുകയോ അതല്ല, ഇവരെ രണ്ടുപേരെയും തിരുത്തിക്കൊണ്ട് ഈ ഗവൺമെന്റിന്റെ തെറ്റായ നടപടിയെ അത് തിരുത്തുവാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. ഇടതുപക്ഷ മുന്നണിയുടെ ഏകോപന സമിതി തയ്യാറാകണം. ഇവിടെയാണ് ശ്രീ കാനം രാജേന്ദ്രനെ പോലുള്ളവരുടെ മൗനം നമ്മളെ ഉത്കണ്ഠപ്പെടുത്തുന്നത്. അവരൊക്കെ മുന്നണിയിൽ ഒരു തിരുത്തൽ ശക്തിയായി നിന്നുകൊണ്ട് ശശീന്ദ്രൻ പറയുന്നത് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പുറത്തു പറയണം, അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ നിലപാട് തെറ്റാണെങ്കിൽ അത് പുറത്തു പറയണമല്ലോ. അപ്പോ ഇടതു മുന്നണിയിൽ തന്നെ ഈ കാര്യത്തിൽ വലിയ അവ്യക്തത നിലനിൽക്കുന്നു. അവ്യക്തത നിലനിൽക്കുമ്പോൾ മലയോരത്തെ ജനങ്ങൾ ഉത്കണ്ഠയിലാണ്, ആശങ്കയിലാണ്. ആ ആശങ്കയുടെ പ്രതിഫലനമാണ്. കാരണം സുപ്രീം കോടതി നമ്മളോട് പറഞ്ഞതെന്താ, നിങ്ങൾക്ക് തിരുത്താൻ അവസരമുണ്ട്, ഇളവുകൾ ലഭിക്കുമെന്ന്. പക്ഷെ ഇളവുകൾ എങ്ങനെയാ ലഭിക്കുന്നത്? നമ്മുടെ ഡേറ്റകൾ കൃത്യമായിരിക്കണമല്ലോ. നമ്മുടെ നിർമ്മിതികൾ എത്രയാ, ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങൾ എത്രയാ, പട്ടയ ഭൂമി എത്രയാ, എത്ര ആളുകൾ ഉൾപ്പെട്ടിരിക്കുന്നു, ഇതിന്റെ കൃത്യമായ ഒരു കണക്കുമില്ലല്ലോ. ഇതിങ്ങനെ ആദ്യം പറഞ്ഞു 49,234 കെട്ടിടങ്ങൾ, ഇപ്പൊ പറയുന്നു 2 ലക്ഷത്തിലധികം കെട്ടിടങ്ങൾ. എത്ര കെട്ടിടങ്ങൾ, എത്ര നിർമ്മിതി, എത്രയാള്, ആ കൃത്യമായ കണക്ക് സുപ്രീം കോടതിക്കും കേന്ദ്ര എംപവേർഡ് കമ്മിറ്റിക്ക് മുമ്പാകെയും കൊടുക്കാതെ എങ്ങനെയാണ് നമുക്ക് ഇളവ് ലഭിക്കുന്നത്? അപ്പൊ ഇളവ് ലഭിക്കാൻ തക്ക രീതിയിലുള്ള കണക്കുകളും അതോടനുബന്ധിച്ചുള്ള വിവരങ്ങളും കൊടുക്കാൻ, അത് കളക്ട് ചെയ്യാൻ പോലും ഇത്രയും ദിവസമായിട്ട് ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയൊരു പോരായ്മ. ഇവിടെ 2 മന്ത്രിമാർ അല്ലെങ്കിൽ ഒരു മന്ത്രിയും മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവും അദ്ദേഹം MP ആണ്. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പേപ്പറുകൾ കാണിച്ചുകൊണ്ട് നടത്തുന്ന ഈ വാക്പോര് അത് ഒരിക്കലും ഈ പ്രശ്നത്തിനൊരു പരിഹാരമാർഗമല്ല. ഗവൺമെന്റ് അടിയന്തരമായി ഈ കാര്യത്തിൽ ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുന്നു, സർവകക്ഷി യോഗം തന്നെ വിളിക്കണം. ആ യോഗത്തിൽ എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ അത് കൃത്യമായിട്ട് കേൾക്കണം. കേട്ടതിന് ശേഷം കഴിഞ്ഞ 10-ാം തീയതിയൊക്കെ മുഖ്യമന്ത്രി നടത്തിയ വെറും പ്രഹസനമാണ്. അത്തരം പ്രഹസന യോഗങ്ങളല്ല വേണ്ടത്. ഇവിടെ ആളുകൾക്ക് വേണ്ടത് നടപടികളാണ്. ആ നടപടികളിലൂടെ ഈ കാര്യത്തിൽ പരിഹാരമുണ്ടാകണം. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മതികെട്ടാൻ വനഭൂമിക്ക് കിഴക്ക് ഭാഗം തമിഴ്നാട് അതിർത്തിയാ, അവിടെ ബഫർ സോൺ ഇല്ല. കേരളത്തിന്റെ അതിർത്തിയിൽ മുഴുവൻ ഓരോ കിലോമീറ്റർ ബഫർ സോൺ. എങ്ങനെയാ തമിഴ്നാട്ടിൽ ബഫർ സോൺ ഇല്ലാതെ വന്നത്? അവർ വേണ്ട എന്ന് പറഞ്ഞു, അവരതിന്റെ നടപടികൾ സ്വീകരിച്ചു. സംസ്ഥാന ഗവൺമെന്റ് ആ കാര്യത്തിൽ തികഞ്ഞ അലംഭാവം കാണിക്കുന്നു. ഈ അലംഭാവം തുടർന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 23 സംരക്ഷിത വനം, വന്യജീവി സങ്കേതം, അതിനു ചുറ്റും ബഫർ സോണുകൾ ഉണ്ടാകും. ജനജീവിതം അസാധ്യമാവും. ആളുകൾക്ക് പല പ്രദേശങ്ങളിലൂടെയും സ്വതന്ത്രമായിട്ട് കടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇപ്പൊ ബന്ദിപ്പൂർ വനത്തിലൂടെ രാത്രി യാത്ര നിരോധിച്ചു. ആയിരക്കണക്കിന് വാഹനങ്ങൾ കേരളത്തിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നതാണ്. രാത്രി യാത്ര നിരോധിച്ചു. ആർക്കും മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ പണ്ട് 10 കൊല്ലം മുമ്പ് നമ്മളോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇതാണ് വരാൻ പോകുന്നത്. വയനാട്ടിലെ റോഡുകളിലൂടെ, ഇടുക്കിയിലെ റോഡുകളിലൂടെ, അല്ലെങ്കിൽ തിരുവനന്തപുരം പൂവാർ പ്രദേശത്തെ റോഡുകളിലൂടെ രാത്രി യാത്ര പോലും നിരോധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകും. അതുകൊണ്ട് ഈ കാര്യത്തിൽ അലംഭാവം ഗവൺമെന്റ് വെടിഞ്ഞ് കൃത്യമായി ഇതിനുള്ള ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെയും അതോടൊപ്പം തന്നെ കേന്ദ്ര എംപവേർഡ് കമ്മിറ്റിയെയും വെക്കണം. ഈ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. നല്ല പ്രഗത്ഭരായ അഭിഭാഷകരെ ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഒരു നിഷേ രാജൻ ശങ്കർ. എനിക്ക് അവരുടെ പ്രാഗൽഭ്യത്തെക്കുറിച്ച് എനിക്ക് അറിയില്ല. പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ ഈ കാര്യത്തിൽ ഇപ്പൊ സംസ്ഥാനം നേരിടുന്ന പല കേസുകൾക്കും മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ, പ്രതികളെ രക്ഷിക്കാൻ കേന്ദ്രത്തിൽ നിന്ന് ഹരീഷ് സാൽവെ അടക്കം, KK വേണുഗോപാൽ അടക്കം, കപിൽ സിബൽ അടക്കം, അതുപോലെ നാഗരാജു അടക്കമുള്ള ഹാരിയസ് നരിമാൻ അടക്കമുള്ള പ്രഗത്ഭരായ അഭിഭാഷകരെ കൊണ്ടുവരുന്നു. ഈ കേസിൽ എന്തേ സംസ്ഥാന ഗവൺമെന്റ് അങ്ങനെ ഒരു പ്രഗത്ഭരായ അഭിഭാഷകരെ കൂടി കൂട്ടത്തിൽ എടുത്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഈ ആവലാതികൾ അത് കോടതിയിൽ ബോധിപ്പിക്കുന്നതിന് എന്തേ ഗവൺമെന്റ് മടിക്കുന്നു എന്നുള്ള ഒരു ആശങ്ക കൂടി ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അതും ഞങ്ങൾ ഈ ഗവൺമെന്റിനെതിരായിട്ട് ജനങ്ങളുടെ മുമ്പേ പറയാൻ ആഗ്രഹിക്കുക. അപ്പോ തീർച്ചയായും വളരെയധികം നന്ദിയുണ്ട് ശ്രീ വേണു സേനാപതി. താങ്കൾ ഒരു പൊതുയോഗത്തിനിടയിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചതിന്. അതുകൊണ്ട് തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. റിയാസ് KMRലേക്ക് വീണ്ടും പോവുകയാണ്. റിയാസ്, ഇപ്പോൾ മന്ത്രിയെ തിരുത്തിക്കൊണ്ട് കേരള കോൺഗ്രസ് M തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. കേരള കോൺഗ്രസ് M പറഞ്ഞിരിക്കുന്നത് മന്ത്രി ഖേദം പറയണം, ഒപ്പം തന്നെ മന്ത്രി ഓഫീസിൽ ഇരുന്നു കൊണ്ട് ഉദ്യോഗസ്ഥന്മാർ പറയുന്ന ഫയലുകൾ മാത്രം പരിശോധിച്ചാൽ പോരാ, ബഫർ സോണിൽ പ്രത്യാഘാതങ്ങൾ നേരിടുന്ന സ്ഥലങ്ങളിലേക്ക് നേരിട്ട് മന്ത്രി പോകണമെന്നാണ് കേരള കോൺഗ്രസ് M ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കേരള കോൺഗ്രസ് M LDFിൻ്റെ തന്നെ മന്ത്രി ഉൾപ്പെടുന്ന LDFിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. ഇന്നലെ തിരുത്തേണ്ട സമയത്ത് സർക്കാരിന് തിരുത്തുമെന്ന് പറഞ്ഞ അതേ ജോസ് കെ മാണിയുടെ വക്താക്കൾ തന്നെയാണ് പറഞ്ഞത് മന്ത്രി നേരിട്ട് ബഫർ സോൺ മേഖലകൾ സന്ദർശിക്കണമെന്ന്. റിയാസ്, എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ബഫർ സോൺ സമരത്തിന് പിന്നിൽ ഭൂമാഫിയ
എന്ന് മന്ത്രി AK ശശീന്ദ്രനെ തള്ളി കേരള കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നു. വനം മന്ത്രിയെ തള്ളി കേരള കോൺഗ്രസ് എം രംഗത്ത് വന്നിരിക്കുന്നു. ബഫർ സോൺ സമരം എന്ന് പറയുന്നത് സമരമേഖലകളിൽ മന്ത്രി സന്ദർശനം നടത്തണമെന്ന് കേരള കോൺഗ്രസ് എമ്മിൻ്റെ മാധ്യമ വിഭാഗം ചുമതലയുള്ള ഡോക്ടർ വർഗീസ് പേരയിൽ പറഞ്ഞിരിക്കുന്നു. മന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ലംഘനമാണെന്ന് ഇടുക്കി DCC ജനറൽ സെക്രട്ടറി വേണു സേനാപതി ആവശ്യപ്പെട്ടു. ഇപ്പോൾ റിയാസ് KMRലേക്ക് വീണ്ടും പോവുകയാണ്. റിയാസ്, മന്ത്രി പറഞ്ഞതിനെ തിരുത്തി കേരള കോൺഗ്രസ് എം രംഗത്ത് വന്നിരിക്കുന്നു. ഇന്നലെ ജോസ് കെ മാണി പറഞ്ഞിരുന്നു സർക്കാരിനെ തിരുത്തേണ്ട സമയത്ത് തന്നെ തിരുത്തും എന്ന്, ബഫർ സോണിൽ തിരുത്തേണ്ട സമയത്ത് തന്നെ സർക്കാരിനെ തിരുത്തുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോഴിതാ റിയാസാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഈ മന്ത്രിയെ തിരുത്തി കേരള കോൺഗ്രസ് എമ്മിൻ്റെ മാധ്യമ വിഭാഗം ചുമതലയുള്ള ഡോക്ടർ വർഗീസ് പേരിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. ഡോക്ടർ വർഗീസ് പേരിൽ പറഞ്ഞത് റിയാസ് ശ്രദ്ധിച്ചു കാണുമല്ലോ. അതായത് മന്ത്രി ഓഫീസ് മുറികളിൽ ഇരുന്ന് പുറത്തേക്ക് വരണം, പുറത്തേക്ക് വന്ന് അതായത് ബഫർ സോൺ മേഖലകളിൽ ജനങ്ങൾ നേരിടുന്ന ആശങ്കകൾ നേരിട്ട് മന്ത്രി മനസ്സിലാക്കണം. ഉദ്യോഗസ്ഥന്മാർ പറയുന്നതല്ല മന്ത്രി കേൾക്കേണ്ടത് എന്ന് ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ വക്താവ് പറയുകയാണ്. അതായത് LDFിൻ്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളിൽ ഒന്നായ മന്ത്രി ഉൾപ്പെടുന്ന അതേ LDF മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. നമുക്ക് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണാൻ കഴിയുക? അജി, ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ബഫർ സോൺ വിഷയത്തിൽ ഉള്ള സമരങ്ങളെ ന്യായീകരിക്കാൻ എന്തായാലും വനമന്ത്രിക്ക് സാധിക്കാത്ത ഒരു സ്ഥിതിയുണ്ട്. ഒരുപക്ഷെ അതായിരിക്കണം അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രസ്താവനയ്ക്ക് കാരണമായ ഒരു കാര്യവും എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. അതേസമയം ഈ സമരത്തിനെതിരെ പരസ്യമായി രംഗത്ത് വരിക എന്നുള്ളത് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയപരമായ ഒരു സാഹചര്യം കൂടി വിലയിരുത്തുമ്പോൾ അവരെ സംബന്ധിച്ച് സാധ്യവുമല്ല. കാരണം സഭയാണ് പ്രത്യേകിച്ച് ബഫർ സോണിനെതിരെ സമരരംഗത്തുള്ളത്. ആ കാര്യത്തിൽ സഭ നേരിട്ട് നേതൃത്വം നൽകുന്ന ഒരു സമരം കൂടിയാണ്. താമരശ്ശേരി ബിഷപ്പ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതിന് തുടക്കത്തിൽ കോഴിക്കോട് ഇത്തരമൊരു സമരത്തിന് നേതൃത്വം നൽകി രംഗത്ത് വന്നിരുന്നത്. അതിൽ കോൺഗ്രസിന്റെ ഒരു പരോക്ഷ പിന്തുണ പ്രത്യക്ഷ പിന്തുണ തന്നെ ഉണ്ടെങ്കിലും കോൺഗ്രസ് സമരത്തിൽ പ്രത്യക്ഷമായി രംഗത്ത് വരുന്നതിന് പകരം ഈ സഭയുടെ ഉൾപ്പെടെയുള്ള സമരത്തെ പിന്തുണക്കുന്ന നിലപാടാണ് കോൺഗ്രസ് തുടക്കഘട്ടം മുതൽ തന്നെ സ്വീകരിച്ചു പോകുന്നത്. എങ്കിൽ കൂടിയും കോൺഗ്രസ് കോഴിക്കോട് പോലുള്ള ഒരു സ്ഥലങ്ങളിൽ കോൺഗ്രസ് നേരിട്ട് സമരം നടത്തുന്ന സ്ഥിതിയുമുണ്ട്. അതിനപ്പുറത്തേക്ക് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് കേരള കോൺഗ്രസ് എമ്മിന്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന സഭയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ആളുകളുമൊക്കെയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ബഫർ സോൺ വിഷയത്തിലുള്ള സമരത്തെ കേരള കോൺഗ്രസിന് പരസ്യമായി തള്ളിപ്പറയുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ബഫർ സോൺ വിഷയത്തിലുള്ള സർക്കാർ ഇടപെടലിൽ കാലതാമസം ഉണ്ടായി എന്ന കാര്യം കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി ഇന്നലെ കോഴിക്കോട് വെച്ച് പറഞ്ഞത്. കേരളത്തിലെ ഏറ്റവും വലിയ ആശങ്കാജനകമായ വിഷയമാണ് ബഫർ സോൺ എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ നേരത്തെ അജി സൂചിപ്പിച്ചതുപോലെ സർക്കാരിനെ തിരുത്തേണ്ട സമയത്ത് തിരുത്താൻ കേരള കോൺഗ്രസ് ഇടപെടും എന്ന കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഭരണത്തിന്റെ പങ്കാളിത്തം നോക്കി മാത്രം ഇക്കാര്യത്തിൽ നിലപാടെടുക്കില്ല, കർഷകരുടെ വിഷയത്തിൽ രാഷ്ട്രീയം നോക്കി അഭിപ്രായം പറയാതിരിക്കില്ല എന്ന് പറയുന്നു. ഈ ഒരു വിഷയത്തിലുള്ള ഒരു അഭിപ്രായം മാത്രമാണ് ഇന്ന് നമ്മൾ രാവിലെ ഈ വനമന്ത്രിയിൽ നിന്നും ആരാഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം ജോസ് കെ മാണിയെ പരസ്യമായി വിമർശിക്കാനോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിനെ തള്ളിപ്പറയാനോ മന്ത്രി തയ്യാറായിട്ടില്ല. മറിച്ച് കേരള കോൺഗ്രസ് എമ്മിന്റെ അഭിപ്രായത്തിൽ ജോസ് കെ മാണിയുടെ അഭിപ്രായത്തിൽ ഒരു വ്യത്യസ്തമായ അഭിപ്രായമാണെങ്കിൽ കൂടിയും അക്കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ജോസ് കെ മാണിയുമായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല ബഫർ സോണിന്റെ ഈ ഒരു പരിധി വനത്തിനുള്ളിലേക്ക് നിജപ്പെടുത്തണം എന്ന് പറയുന്ന ജോസ് കെ മാണിയുടെ ആവശ്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഒരു ആവശ്യം പുതിയ രീതിയിലുള്ള ഒരു ആവശ്യമാണ്. ഇത് സർക്കാരിന് മുൻപിൽ മുഖ്യമന്ത്രിക്ക് മുൻപിൽ കേരള കോൺഗ്രസ് എം ഇക്കാര്യം ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അത് ഉചിതമായ സമയത്ത് അത് പരിഗണിക്കുമെന്ന് പറഞ്ഞ മന്ത്രി അടുത്ത വാക്കായിട്ടാണ് ഒരുപക്ഷെ ഈ സമരത്തെ തള്ളിപ്പറയുന്ന ഒരു നിലപാട് വനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. അത് തന്നെയാണ് ഏറ്റവും ഗൗരവകരമായ കാര്യമായി നമ്മളിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നതും. കാരണം ബഫർ സോൺ സമരത്തിന് പിന്നിൽ ഭൂമാഫിയും ക്വാറി മാഫിയുമാണ് എന്ന തരത്തിലാണ് വനമന്ത്രിയുടെ ഇന്നത്തെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. അത് അങ്ങേയറ്റം ഒരുപക്ഷെ ഈ സമരത്തിന് പിറകിലുള്ള സഭാ നേതൃത്വത്തെ ഉൾപ്പെടെ തള്ളിപ്പറയുന്ന ഒരു നിലപാടായിട്ട് വേണം നമുക്ക് വ്യാഖ്യാനിക്കാൻ. രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നതും അക്കാര്യം തന്നെയാണ്. ഒരുപക്ഷെ കോൺഗ്രസ് നേരത്തെ പറഞ്ഞത് ഇത് മന്ത്രിയുടേത് സത്യപ്രതിജ്ഞാ ലംഘനമാണ് എന്ന്. അതെ റിയാസ്, ഞാനൊന്ന് ഇടപെട്ടോട്ടെ. റിയാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ സഭാ നേതൃത്വത്തെ പോലും പരസ്യമായി തള്ളുന്ന ഒരു നിലപാടാണ് AK ശശീന്ദ്രൻ ഇന്ന് കോഴിക്കോട് പറഞ്ഞത്. കാരണം ഈ മലയോര മേഖലകളിൽ ശക്തമായിട്ടുള്ള സമരം താമരശ്ശേരി രൂപത അടക്കം താമരശ്ശേരിയും മാനന്തവാടിയും തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ കീഴിൽ വരുന്ന രൂപതകളെല്ലാം തന്നെയും വലിയ രീതിയിലുള്ള സമരമാണ് നടത്തിയത്.
അപ്പോൾ ഈ ക്രൈസ്തവരെ പോലും, അതായത് ഈ സഭാ നേതൃത്വത്തെ പോലും പരസ്യമായി തള്ളിപ്പറയുന്ന ഒരു നിലപാടാണ് എ കെ ശശീന്ദ്രൻ ഇന്ന് എടുത്തത്. മുഖ്യമന്ത്രി അടക്കം നേരത്തെ തന്നെ, അതായത് മുൻപ് നമ്മൾ ചർച്ചകൾ നടത്തിയപ്പോൾ KCBC പോലും വിമർശിച്ചുകൊണ്ടാണ് അന്ന് മന്ത്രി രംഗത്ത് വന്നത്. അതിൻ്റെ ഒരു തുടർച്ച എന്ന് വേണം ഇന്ന് വീണ്ടും പറയുകയാണ്. ഇന്ന് കോറി മാഫിയാണ് ഇതിന് പിന്നിൽ, ഭൂമാഫിയാണ് ഇതിന് പിന്നിൽ എന്ന് മന്ത്രി പറയുന്നു. അപ്പോൾ സഭയെ പോലും പരസ്യമായി തള്ളുന്ന നിലപാടല്ലേ മന്ത്രി എടുത്തത്? ഈ ഒരു വിഷയം എന്ന് പറയുന്നത് സംരക്ഷിത വനമേഖല, അതായത് വനം സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് എന്ന അഭിപ്രായം എല്ലാ ആളുകളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ ഈ സംരക്ഷിത മേഖല, ബഫർ സോൺ എന്ന് പറയുന്ന കാര്യം, സംരക്ഷിത മേഖല എന്ന കാര്യം സുപ്രീം കോടതി നടപ്പിലാക്കാൻ ആവശ്യപ്പെടുമ്പോൾ തന്നെ അതിന്റെ ആ ഒരു പരിധി നിശ്ചയിക്കുന്നതിലുള്ള ആശങ്കയാണ് മലയോര ജനതയ്ക്കുള്ളത്. കാരണം അവിടെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളോ കാര്യങ്ങളോ പിന്നീട് സാധ്യമാകാത്ത ഒരു കാര്യം വരുന്നു. മാത്രമല്ല ഈ വനമേഖലയോട് ചേർന്നുള്ള വീടുകളിൽ കഴിയുന്നവർക്ക് അത്തരത്തിലുള്ള ഒരു ആശങ്കയുണ്ട്. അവരുടെ ആശങ്കയാണ് ഈ മലയോര ജനത പ്രകടിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ആശങ്കയെ അത് ഇത്തരം മാഫിയകളുടെ ആശങ്കയാണ് എന്ന തരത്തിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു മന്ത്രിയിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രസ്താവനയെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അത് അങ്ങേയറ്റം ഒരു മന്ത്രിയിൽ നിന്നും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു അഭിപ്രായ പ്രകടനമായിരുന്നു എന്നുള്ള തരത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ അതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇപ്പോൾ അജി ചോദിച്ചതുപോലെ സഭയുടെ നിലപാടുകളെ തള്ളുന്ന വിധത്തിലുള്ള ഒരു നിലപാട് കൂടിയാണ് വനമന്ത്രി എ കെ ശശീന്ദ്രനിൽ നിന്നും ഇന്നുണ്ടായിട്ടുള്ളത്. കാരണം നേരത്തെ ഞാൻ വ്യക്തമാക്കിയതുപോലെ ഈ ഒരു സമരത്തിന് നേതൃത്വം നൽകുന്നത് KCBCയും അതുപോലെ സഭാ നേതൃത്വവും ഒക്കെ തന്നെയാണ്. അതിൽ പക്ഷേ ക്രൈസ്തവർ മാത്രമല്ല അല്ലാത്ത ആളുകളും ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി പങ്കെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ കൂരാച്ചുണ്ടിൽ നേരത്തെ നടന്ന സമരത്തിൽ CPMന്റെ പ്രാദേശിക നേതാക്കൾ ഈ സമരത്തിൽ പങ്കെടുത്ത കാര്യം നമ്മളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. CPMന്റെ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ആളുകളും അതുപോലെ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള ആളുകളും ബ്രാഞ്ച് സെക്രട്ടറിമാരായിട്ടുള്ള ആളുകളും ഒക്കെ ഈ സമരത്തിന്റെ ഭാഗമായി പങ്കെടുത്ത ഒരു കാര്യം നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ആ കാര്യത്തിൽ റിയാസ് ഒരു നിമിഷം തുടരുക. ഇപ്പോൾ KCYMന്റെ മാനന്തവാടി രൂപത ജനറൽ സെക്രട്ടറിയായ അഭിനന്ദ് കൊച്ചുമലയിൽ നമുക്കൊപ്പം ചേരുകയാണ്. റിയാസ് ഒരു നിമിഷം തുടരണം. അഭിനന്ദ്, ഈ മന്ത്രി എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ബഫർ സോൺ വിഷയത്തിൽ സമരം നടത്തുന്നത് കോറി മാഫിയും ഭൂമാഫിയുമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സഭാ നേതൃത്വത്തെ അടക്കം ഒന്നടങ്കം തള്ളിക്കൊണ്ടാണ് മന്ത്രി ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നത്. എന്താണ് KCYMന് ഈ വിഷയത്തിൽ പറയാനുള്ളത്? മന്ത്രി ഇന്ന് നടത്തിയിരിക്കുന്ന നിലപാട് തീർത്തും നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാരണമാണ്. കാരണം കോറി മാഫിയയും മറ്റു മാഫിയകളും ഇതിനെ പുറകിൽ നിന്ന് കളിക്കുന്നു എന്ന് പറയുന്നതിൽ തീർത്തും യോജിപ്പില്ല. കാരണം ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുക്കേണ്ട സർക്കാർ അല്ലെങ്കിൽ അതിന് ഉദ്യോഗസ്ഥർ ഇതിന് മുന്നിട്ടിറങ്ങാത്ത പക്ഷം ഒരിക്കലും നമുക്ക് അതിനെ കാര്യങ്ങൾ ചേർത്ത് നിർത്തുവാനോ ജനങ്ങളെ സുരക്ഷയിലോട്ട് കൊണ്ടുവരാനോ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന യുവജനങ്ങളായ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറയുന്ന മന്ത്രിമാരോട് തീർത്തും വിലയില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പറഞ്ഞ കാര്യങ്ങളല്ല നാളെ പറയുന്ന കാര്യങ്ങൾ മറ്റന്നാളാവും മാറ്റി പറയുക. ബഫർ സോൺ എന്ന പേരിൽ നിലവിൽ വന്ന മാപ്പ് രൂപീകരിച്ച മാപ്പ് ആദ്യം ഇറക്കി, അത് പിന്നെ തിരുത്തി മറ്റൊന്നിറക്കി, അതും തിരുത്തി മറ്റൊന്നിറക്കിയിട്ടൊക്കെയാണ് ഇപ്പോൾ നിലവിൽ അവർ പിടിച്ചു നിൽക്കുന്നത്. ഇപ്പൊ കേന്ദ്ര സർക്കാരിനോട് കേരളത്തിന്റെ നിലപാട് കൃത്യമായി അറിയിക്കുകയും ജനങ്ങൾക്ക് വേണ്ട സുരക്ഷ ഒരുക്കി കൊടുക്കുകയും ചെയ്യാത്ത പക്ഷം യുവജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുമെന്ന് തീർച്ചയായും അവർ ഉറപ്പു നൽകുകയാണ്. ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത പക്ഷം യുവജനങ്ങൾ വിദേശങ്ങളിലേക്ക് ചേക്കേറുന്ന ഈ സാഹചര്യങ്ങൾ പോലും മന്ത്രിസഭയിലും അതേപോലെ നിയമസഭയിലും മന്ത്രിമാരും MLAമാരും ചർച്ച നടത്തിയിട്ട് പോലും അതിനൊരു തീരുമാനമായിട്ടില്ല. ഇവിടെ ജനങ്ങൾ ജീവിക്കുന്ന കൃഷി ചെയ്തിരിക്കുന്ന വയലുകളിൽ കൃഷി ചെയ്യുന്ന നാട്ടിൽ പോലും പുലിയും കടുവയും ഇറങ്ങുന്ന സാഹചര്യമാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വനത്തിൽ നിന്നും കിലോമീറ്ററുകൾ 7, 8, 10 കിലോമീറ്ററുകൾ മാറിയുള്ള ചെറിയ ഗ്രാമങ്ങളിൽ പോലും ഇന്ന് കടുവയെ കണ്ടു എന്ന് പറയുമ്പോൾ ഇനി വരും കാലങ്ങളിൽ കൽപ്പറ്റ, ബത്തേരി, മാനന്തവാടി തുടങ്ങിയ നഗരസഭകളുടെ മുനിസിപ്പാലിറ്റിയിലെ ടൗണുകളിൽ പോലും കടുവയെ കണ്ടതിൽ നമുക്ക് അത്ഭുതപ്പെടാതിരിക്കാൻ സാധിക്കില്ല. കാരണം അത്തരത്തിൽ അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാത്രി ഒരു വിശ്വസിച്ച് പുറത്തിറങ്ങിയാലേ മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാൻ പോലും ഇന്നത്തെ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് പേടിയുള്ളൊരു സമയമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ജീവിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതും ജീവിത സാഹചര്യങ്ങളിലെ വിലക്കയറ്റവും മറ്റു കാര്യങ്ങളെല്ലാം മറ്റൊരു ഭാഗത്തുകൂടി പോകുമ്പോൾ വയനാട്ടിലെ അല്ലെങ്കിൽ മലമ്പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് ജീവിത സാഹചര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതൊരു
ദുർഘടം പിടിച്ച കാര്യം തന്നെയാണെന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സർക്കാരിന്റെ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ നിലപാടുകൾക്കെതിരെ യുവജന പ്രസ്ഥാനം തീർച്ചയായും ശക്തമായ നിലപാടെടുക്കുകയും വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നു എന്നുള്ളത് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ മന്ത്രിയുടെ നിലപാടിനോട് എങ്ങനെയാണ്, യോജിക്കുന്നുണ്ടോ ഇല്ലയോ? KCYM യോജിക്കുന്നുണ്ടോ? മന്ത്രി പറഞ്ഞത് കോറി മാഫിയയും അതേപോലെ തന്നെ ഭൂമാഫിയുമാണെന്നാണ് പറയുന്നത് സമരത്തിന് പിന്നിൽ. സമരത്തിന് പിന്നിൽ ഈ ഇങ്ങനെയുള്ള മുട്ടാപ്പോക്ക് ന്യായങ്ങൾ നിരത്തി രക്ഷപ്പെടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരുടെ തന്ത്രം എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വേറെ എവിടെന്നെങ്കിലും ഒരു കാര്യം എടുത്തിട്ടിട്ട് തൽക്കാലം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ എല്ലാവരുടെയും നിലപാട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ മന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്ന ഭൂമാഫിയകളിലും അതേപോലെ കോറി മാഫിയകളും എന്ന് പറയുന്നത്, ഈ കോറി മാഫിയകളൊക്കെ ശരിക്കും പറഞ്ഞു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ പണിയെടുക്കുന്ന കാര്യത്തിൽ പോലും രാഷ്ട്രീയക്കാരും അതേപോലെ മറ്റു ഉദ്യോഗസ്ഥരും കൈയിട്ട് വാരുന്ന സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. നമ്മളുടെ മുമ്പിൽ തന്നെ കാണുന്നതാണ്. പല ഭൂമാഫികളുടെ കയ്യിൽ നിന്നൊക്കെ ഇവർ തന്നെ പണം കൈക്കലാക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോ അത്തരത്തിലുള്ള ഭൂമാഫികളുടെ പേര് ഇവരുടെ തന്നെ ഭാഗവാക്കുകളായിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോ അവരുടെ മേലെ പഴിചാരിയിട്ട് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന വനമന്ത്രിയുടെ ഇത്തരത്തിലുള്ള നിലപാടിനെ തീർത്തും വിയോജിക്കുകയാണ് ഞങ്ങളിവിടെ. വ്യക്തമാണ് അഭിനന്ദ്, വളരെയധികം നന്ദി ഈ വിഷയത്തിൽ ഞങ്ങളോടൊപ്പം പ്രതികരിച്ചതിന്. ഇപ്പോൾ റിയാസ് KMR ചേരുകയാണ് വീണ്ടും. റിയാസ്, ഇപ്പോൾ KCYM അടക്കം മന്ത്രിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ്. KCYM ഒക്കെ വലിയ രീതിയിൽ KCYM സമരരംഗത്തുണ്ടായിരുന്നു. ഈ പ്രത്യേകിച്ച് ബഫർ സോൺ വിഷയത്തിലൊക്കെ ഇപ്പോൾ വയനാട്ടിലെ കടുവയൊക്കെ ഇറങ്ങിയ സമയത്തൊക്കെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളുമായാണ് KCYM മുന്നോട്ട് പോയത്. ഇപ്പോഴിതാ മന്ത്രി തള്ളി KCYM രംഗത്തെത്തിയിരിക്കുന്നു. എങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുക? അജി, മലയോര ജനത പ്രധാനമായി രണ്ട് തരത്തിലുള്ള ആശങ്കകളാണ് ഈ സമീപകാലത്ത് നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സംരക്ഷിത വനമേഖല, ബഫർ സോൺ എന്ന് പറയുന്ന വിഷയം. മറ്റൊന്ന്, ഇപ്പോൾ അദ്ദേഹം KCYM പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ ഈ വന്യജീവി ആക്രമണം നിരന്തരമായി ഉണ്ടാകുന്നു. കടുവയുടെ വിഷയം നമ്മൾ കണ്ടതാണ്, നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഈ വിഷയത്തിലെല്ലാം തന്നെ പരിഹാരമുണ്ടാക്കേണ്ട ചുമതലയുള്ള വകുപ്പാണ് വനം വകുപ്പ് എന്നുള്ളത്. എന്നാൽ പലപ്പോഴും വനം വകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ ചുമതല കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ എന്നൊരു ആക്ഷേപം, അതുപോലെ ആശങ്ക ഒക്കെ തന്നെ ഈ KCYM പോലുള്ള KCBC പോലുള്ള സംഘടനകൾക്കും മലയോര ജനതകൾക്കും എല്ലാം ഉണ്ട്. ഈ ഒരു കാര്യം കൃത്യമായി നിർവഹിക്കാതെ വനം മന്ത്രി കേവലം വാചോടോപങ്ങൾ നടത്തി പോവുകയാണ് എന്നൊരു ആക്ഷേപമാണ് ഇവരുടെ ഉള്ളിൽ നിന്നെല്ലാം തന്നെ വനം മന്ത്രിക്കെതിരെ ഉയരുന്നത്. അത് സാധൂകരിക്കുന്ന വിധത്തിലുള്ള പ്രസ്താവനയാണ് ഇന്ന് വനം മന്ത്രി നടത്തിയത് എന്ന് ആരെങ്കിലും ആരോപിച്ചാൽ അവരെ നമുക്ക് തെറ്റി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യവുമല്ല. കാരണം ഈ ഒരു സമരം, ബഫർ സോൺ സമരം എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ്. താമരശ്ശേരി പോലുള്ള മേഖലകളിലെല്ലാം തന്നെ ആയിരക്കണക്കിന് വരുന്ന ജനങ്ങൾ രംഗത്തിറങ്ങിക്കൊണ്ട് അവരുടെ ഒരു ആശങ്കയാണ്, ആ മലയോര ജനതയുടെ ആശങ്കയാണ്. ആ ജനങ്ങളുടെ ആശങ്കയ്ക്കൊപ്പം ഒരു മാധ്യമ സ്ഥാപനം എന്ന രീതിയിൽ നിൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ കൂടി ഒരു ബാധ്യതയാണ്. കാരണം ബഫർ സോണിന് നമ്മൾ ആരും തന്നെ എതിരല്ല. കാരണം ഈ പറയുന്നത് പോലെ സംരക്ഷിത വനമേഖല, വനം സംരക്ഷിക്കണം എന്നുള്ളത് അനിവാര്യതയാണ്. എങ്കിലും ജനങ്ങളുടെ ആശങ്ക തിരുത്തിക്കൊണ്ടാകണം. അത് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത അത് ഭരിക്കുന്ന സർക്കാർ ഏതായാലും, അത് ഈ X or Y ഏത് സർക്കാരായാലും ആ സർക്കാരുകൾക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി സുപ്രീം കോടതിയെ അവിടെ ബോധ്യപ്പെടുത്തുക. അത് ആദ്യത്തെ ഒരു ഉപഗ്രഹ സർവേയുടെ റിസൾട്ട് നൽകുന്നതിന് പകരം ഭൂതല സർവേയുടെ റിസൾട്ട് നൽകുക, അല്ലെങ്കിൽ അത് കൃത്യമായ രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള സർവേ നടത്തി അവരുടെ ആശങ്ക കൂടി കോടതി. റിയാസ്, അത് ശരിയാണ്. ഞാൻ റിയാസിലേക്ക് ഇടപെടുകയാണ്. കാരണം സമയത്തിന്റെ പരിമിതി ഉണ്ടായതുകൊണ്ടാണ് റിയാസിൽ ഇടപെടുന്നത്. കാരണം റിയാസ് റിപ്പോർട്ട് ചെയ്ത വലിയൊരു വാർത്തയ്ക്കാണ് ഇന്ന് മറ്റൊരു തലത്തിൽ വലിയൊരു ഫോളോ അപ്പ് ഉണ്ടായിരിക്കുന്നത്. കാരണം മന്ത്രി AK ശശീന്ദ്രനെ തള്ളിക്കൊണ്ട് കേരള കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നു. കേരള കോൺഗ്രസ് മാത്രമല്ല, കോൺഗ്രസും ഒപ്പം തന്നെ KCYM, കത്തോലിക്ക സഭയുടെ യുവജന സംഘടനയായ KCYM അടക്കം മന്ത്രിയെ തള്ളിക്കൊണ്ട് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനെ തള്ളി രംഗത്ത് വന്നിരിക്കുന്നു. അത് റിയാസ് റിപ്പോർട്ട് ചെയ്ത